ഹായ് ബ്രോ, ഞാനൊരു തേനീച്ചയാ. ആദ്യം ഞാനൊരു പുഴുവായിരുന്നു മച്ചാനെ. കൂട്ടിലെ ഒരു കുഞ്ഞറയ്ക്കകത്ത് അമ്രാണിയിട്ട മുട്ട വിരിഞ്ഞ് ഞാനിങ്ങനെ കിടക്കുക. എന്നെ നോക്കാനും തീറ്റ തരാനുമൊക്കെ കുറെ ചേച്ചിമാരുണ്ടായിരുന്നു. അവര് തരുന്ന തേനും പൂമ്പൊടിയുമൊക്കെ തിന്ന് ഞാനങ്ങ് തടിച്ചു കൊഴുത്തു. പിന്നെ കുറച്ചുനാള് കണ്ണും പൂട്ടി ഒരൊറ്റ കിടപ്പാ. എണീറ്റ് വന്നപ്പോ സീൻ മൊത്തം കോൺട്രാ. എനിക്ക് ചിറകൊക്കെ വന്നിരിക്കുന്നു. ഞാൻ വേറെ ലെവലായി. ആദ്യത്തെ ജോലി എന്താണെന്നറിയോ? ക്ലീനിങ്. നമ്മള് വിരിഞ്ഞിറങ്ങിയ അറയൊക്കെ വൃത്തിയാക്കണം. പിന്നെ പുതിയ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം. ഒരു രക്ഷയുമില്ലാത്ത പണിയാന്നേ. എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റുവോ? രാജ്ഞി അറിഞ്ഞാൽ സീനാകും. ഞങ്ങളുടെ രാജ്ഞി ഒരു സംഭവമാട്ടാ. ഫുൾ പവറാ. ആദ്യത്തെ പറക്കൽ. എന്റമ്മോ, കുറെ ദിവസം കൂട്ടിലിരുന്ന് പണിയെടുത്തപ്പോ എനിക്ക് പ്രൊമോഷൻ കിട്ടി, ഗാർഡായിട്ട്. ആരെങ്കിലും കൂട്ടിലോട്ട് അതിക്രമിച്ചു കയറാൻ നോക്കിയാൽ ഒറ്റ കുത്താ. അങ്ങനെ ഇരിക്കുമ്പോഴാ ആ ദിവസം വന്നത്, എന്റെ ആദ്യത്തെ പറക്കൽ. കൂട്ടിലെ ചേച്ചി പറഞ്ഞു, എടി പോയി 4 പൂവിന്റെ മണമറിഞ്ഞിട്ട് വാ. ഞാൻ ചിറകും വിരിച്ച് പുറത്തേക്ക് ഒറ്റ പറക്കൽ. എന്റമ്മോ, എന്തൊരു ലോകം! ലുലു മാളിന്റെ മുകളിലെ ലൈറ്റും മെട്രോ പോണ സൗണ്ടും കായലിലെ ബോട്ടുകളും എല്ലാം കൂടെ കണ്ടപ്പോ തല കറങ്ങിപ്പോയി. ആദ്യമായിട്ട് ചെമ്പരത്തി പൂവിൽ നിന്ന് തേൻ കുടിച്ചപ്പോ കിട്ടിയ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു രക്ഷയുമല്ല. ലൈഫിലെ മെയിൻ പരിപാടി. പിന്നെ ലൈഫ് ഫുൾ ബിസിയാ. രാവിലെ എണീക്കുക, പറക്കുക, നല്ല പൂവുള്ള സ്ഥലം കണ്ടുപിടിക്കുക. വാടാമല്ലി, കണിക്കൊന്ന, മുല്ല, തെച്ചി, എവിടെ നല്ല ചരക്കുണ്ടോ അവിടെ നമ്മൾ എത്തും. തേനും പൂമ്പൊടിയും കാലിൽ സ്റ്റോക്ക് ചെയ്ത് തിരിച്ച് കൂട്ടിലോട്ട് പറക്കും. വെറുതെ അങ്ങ് വന്നാ മാത്രം പോരാ. എവിടെയാണ് നല്ല പൂന്തോട്ടം എന്നൊക്കെ കൂട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാണെന്നറിയോ? ഡാൻസിലൂടെയാ. ഞങ്ങളൊരു പ്രത്യേകതരം ഡാൻസ് കളിക്കും. അത് കണ്ടാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഏത് ഡയറക്ഷനിൽ എത്ര ദൂരം പോയാലാണ് നല്ല പൂവ് കിട്ടുക എന്ന്. സംഭവം കിടുവല്ലേ? ലൈഫ് എപ്പോഴും പൊളിയാണെന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് സീൻ കോൺട്രയാവും. ചില ഓന്തുകളും ചെലന്തികളുമൊക്കെ നമ്മളെ പിടിക്കാൻ നോക്കും. പിന്നെ കാറ്റും മഴയും വന്നാൽ പെട്ടുപോയത് തന്നെ. മനുഷ്യന്മാരാണ് വേറൊരു ശല്യം. ചില പിള്ളേര് നമ്മളെ കാണുമ്പോ കല്ലെടുത്തെറിയും. എന്തിനാന്നേ? നമ്മുടെ പാട്ടിന് പോകുമ്പോ ചിലര് ഞങ്ങളുടെ കൂട് തല്ലിപ്പൊട്ടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തേനെടുക്കും. അതൊക്കെ കാണുമ്പോ സങ്കടം വരും. എല്ലാം നാളേക്ക് വേണ്ടി. ഞങ്ങളുടെ ലൈഫ് കുറച്ചേ ഉള്ളൂ, എന്നാലും ഉള്ള ലൈഫ് ഫുൾ വൈബാ. ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രല്ല, ഞങ്ങളുടെ രാജ്ഞിക്കും ഈ വലിയ കുടുംബത്തിനും വേണ്ടിയാ. കഷ്ടപ്പെട്ട് തേൻ ശേഖരിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടിയാ. അപ്പൊ അടുത്ത തവണ നിങ്ങൾ നല്ല മധുരമുള്ള തേൻ കഴിക്കുമ്പോ ഈ കൊച്ചിക്കാരി തേനീച്ചയെ ഓർത്തോണം. അത് ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെയും സ്നേഹത്തിന്റെയും മധുരമാ മച്ചാനെ. ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാ ശരി, എനിക്ക് അടുത്ത ട്രിപ്പിന് സമയമായി. ടാറ്റാ.